എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഞാനെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരനുണ്ടായ ഒരു പ്രേത അനുഭവമാണ്. ഞാനത് എൻ്റെ ഭാവനയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു മറുപടി നൽകുക. കൂടാതെ ഒരു ലൈക്കും ഷെയറും തന്നാൽ ഏറെ സന്തോഷം. അപ്പം കഥയിലേക്ക് പോകാം. എൻ്റെ പേര് മനു. ഞാൻ വണ്ണപ്പുറം കാളിയർ എന്ന സ്ഥലത്ത് ആണ് താമസിക്കുന്നത്. ഇത് 2007 ഏപ്രിൽ മാസം 17-ാം തീയതി രാത്രി 11 മണിക്ക് ഞാൻ അനുഭവിച്ച ഒരു സംഭവ കഥയാണ്. അന്ന് വൈകുന്നേരം ഞാനും എൻ്റെ സുഹൃത്ത് രാഹുലും തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം കൂടാനായി പോയി. ഞങ്ങൾ നേരത്തെ അത് പ്ലാൻ ചെയ്തതായിരുന്നു. ഏകദേശം ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ തൊടുപുഴയിൽ ചെല്ലുകയും താളപ്പൊലി ഘോഷയാത്രയും ഗാനമേളയും ഒക്കെ കണ്ടും കേട്ടും സമയം പോയതൊന്നും അറിഞ്ഞില്ല. 9:10 തൊടുപുഴയിൽ നിന്നും വണ്ണപ്പുറത്തേക്കുള്ള അവസാന ബസ്. ചെറുതായി മഴയുണ്ട്, ചാറ്റൽ മഴയുണ്ട്, മിന്നലുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും ബസ് പോയിരുന്നു. അന്നത്തെ കാലത്ത് നടപ്പൊന്നും ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടക്കുവാൻ തീരുമാനിച്ചു. വണ്ടികളൊക്കെ അന്ന് തീരെ കുറവാണ്. ഇടയ്ക്ക് പുറകെ കൂടെ വരുന്ന വണ്ടികൾക്ക് കൈനീട്ടിയും ഒക്കെ നോക്കിയെങ്കിലും ആരും നിർത്തിയൊന്നുമില്ല. ഞങ്ങള് ചെറുതായിട്ട് മഴ നനഞ്ഞ് അവിടുന്ന് അങ്ങ് നടക്കുകയാണ്. ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് തൊടുപുഴയിൽ നിന്നും കാളിയാറിലേക്ക്. കാളിയാറാണ് എൻ്റെ വീട്, കോടിക്കുളത്താണ് രാഹുലിൻ്റെ വീട്. കോടിക്കുളം കഴിഞ്ഞാൽ പിന്നെ കാളിയാറാണ്, അതായത് കാളിയാർ എസ്റ്റേറ്റ്. കോടിക്കുളത്ത് നിന്ന് പിന്നെ ഞാൻ തനിച്ചാണ്. ഈ കാളിയാർ എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ വേണം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോടിക്കുളത്ത് വന്നു. രാഹുലിനോട് യാത്ര പറഞ്ഞ് ഞാനും മുന്നോട്ട് നടന്നു. ഇരുവശത്തും ഭീമാകാരങ്ങളായ റബ്ബർ മരങ്ങളാണ്. അതിൻ്റെ നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് ഞാൻ നടക്കുന്നത്. കൂട്ടിരുട്ടാണ്. ഇടയ്ക്കൊരു മിന്നലിൻ്റെ ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് എൻ്റെ കയ്യിലൊരു പഴയ നോക്കിയ ഫോണിൻ്റെ ഒരു ചെറിയ വെട്ടം മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. ഈ എസ്റ്റേറ്റിന് നടുവിലായിട്ട് 100 കൊല്ലം പഴക്കമുള്ള സായിപ്പിൻ്റെ ഒരു ബംഗ്ലാവുണ്ട്. സായിപ്പിൻ്റെ തൊഴിലാളികൾ ഒരാൾ സായിപ്പിനെ അവിടെ വെച്ച് കുത്തിക്കൊന്നുവെന്നും അതോടുകൂടി സായിപ്പിൻ്റെ കുടുംബം അവിടെ വിട്ടുപോയെന്നും സായിപ്പിൻ്റെ പ്രേതം ഇപ്പോഴും അവിടെ ചുറ്റിത്തിരിയുന്നുണ്ടെന്നും ഒക്കെ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാനൊരു യുക്തിവാദി ആയതുകൊണ്ട് എനിക്കതൊരു വിഷയമേ അല്ലായിരുന്നു. അപ്പോൾ സമയം ഏതാണ്ട് 11 മണി ആയിട്ടുണ്ട്. ബംഗ്ലാവിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഇടുങ്ങിയ പാതയിലൂടെ വേണം എനിക്കെൻ്റെ വീട്ടിലോട്ട് പോകുവാനായിട്ട്. ഈ സായിപ്പിൻ്റെ ബംഗ്ലാവിനോട് ചേർന്ന് ഒരു പഴയ കിണറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആ കിണറ്റിൽ ഈ സായിപ്പിൻ്റെ ബംഗ്ലാവിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ ആ കിണറ്റിൽ ചാടി മരിച്ചതായിരുന്നുവെന്നും അതിൻ്റെ ആത്മാവ് അവിടെ ഇപ്പോഴും അലയുന്നുണ്ടെന്നും ഒക്കെ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധൈര്യശാലിയായ എനിക്കിതൊന്നും വിഷയമല്ല, ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. പക്ഷേ അന്ന് എൻ്റെ മനസ്സിലൊരു പേടി തോന്നി. ആ പഴയ കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റ് പെട്ടെന്ന് ഓഫായിപ്പോയി. ഞാൻ ഫോൺ പരിശോധിച്ചു. ബാറ്ററിയൊക്കെ ഫുൾ ചാർജ് ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് കിണറിൻ്റെ അടുത്തു നിന്ന് ഒരു മന്ത്രണ ശബ്ദം. മനു എന്ന എൻ്റെ പേര് വിളിക്കുന്നത് പോലെ തോന്നി എനിക്ക്. ശബ്ദം മൃദുവായിരുന്നു, പക്ഷെ നല്ല വ്യക്തമായിരുന്നു.
മനു എന്ന് തന്നെയാണ് വിളിച്ചത്. എൻ്റെ ശരീരം മൊത്തം തണുത്ത് വിറച്ച് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. ഞാൻ ചുറ്റും നോക്കി, അടുത്തൊന്നും ആരുമില്ല. കൂരിരുട്ടും, വഴിയിലാണെങ്കിൽ വെളിച്ചത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. ഞാൻ എന്തായാലും ധൈര്യം സംഭരിച്ച് ചോദിച്ചു, ആരാണ് എന്ന് ഉറക്കെ അങ്ങ് ചോദിച്ചു. പക്ഷെ മറുപടി ഒന്നും അവിടെ നിന്ന് തിരിച്ച് വന്നില്ല. പക്ഷെ കിണറിൻ്റെ അടുത്ത് നിന്ന് ഒരു നിഴൽ പോലെ എന്തോ ഒന്ന് നീങ്ങുന്നത് ഞാൻ കണ്ടു. പെട്ടെന്നൊരു മിന്നൽ വന്നു. ആ വെട്ടത്തിൽ ഞാൻ കണ്ടു വെളുത്ത വസ്ത്രം ധരിച്ച് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീരൂപം. ഹൃദയമുടിപ്പ് കൂടി, ശ്വാസം കിട്ടുന്നില്ല. എന്നിട്ടും ഞാൻ ചോദിച്ചു, ആരാണ് എന്ന് ഉറക്കെ ചോദിച്ചു. പക്ഷെ എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഞാൻ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. ഓടുന്നതിനിടയിൽ എൻ്റെ പുറകിൽ കൂടി ആരോ എന്നെ പിന്തുടരുന്ന ശബ്ദം എനിക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. വഴി മനഃപ്പാടമായിരുന്നതുകൊണ്ട് ഒരു വിധത്തിൽ വീട്ടിൽ എത്തിച്ചേർന്ന് വാതിലടച്ചു. ശ്വാസമൊക്കെ നേരെയാകാൻ കുറേ സമയമെടുത്തു. എങ്ങനെയൊക്കെയോ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒന്ന് മയങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ രാഹുലിൻ്റെ വീട്ടിലെത്തി. അവൻ്റെ അച്ചാച്ചനോട് ഇങ്ങനെ എനിക്കുണ്ടായ കാര്യം അവൻ്റെ അച്ചാച്ചനോട് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അച്ചാച്ചൻ ആ കാര്യം പറയുന്നത്. ആ കിണറ്റിൽ പണ്ട് മരിച്ച സ്ത്രീയുടെ ആത്മാവ് ഇപ്പോഴും അവിടെയൊക്കെ അലയുന്നുണ്ട്, പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. അത് ഞാൻ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ പേര് എങ്ങനെ മനസ്സിലായി എന്നും ഉള്ള കാര്യം എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഉത്തരവും എനിക്ക് കിട്ടിയില്ല. എന്തായാലും പിന്നീട് ഞാൻ ആ വഴി രാത്രികാലങ്ങളിൽ പോകാറില്ല. ഒരു യുക്തിവാദി ആണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് ഞാനന്ന് മനസ്സിലായി. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കൊരു മറുപടി തരിക. വീണ്ടും ഇതുപോലുള്ള സ്റ്റോറികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു കഥയുമായി കാണാം.